സെൻട്രൽ റെയിൽവേയിൽ നിന്നും 138 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും RVNL മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വെള്ളിയാഴ്ച RVNL 0.6% ഇടിഞ്ഞ് 625 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ RVNL എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള RVNLന്റെ വാല്യൂഷൻ 82.88, 52 വീക്ക് ഹൈ 645, 52 വീക്ക് ലോ 117. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം സ്റ്റോക്ക് 15% റിട്ടേണും 2024 മാത്രം 245% റിട്ടേണും നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 400%-ലധികം റിട്ടേണാണ് RVNL നൽകിയത്. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം RVNLുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം സെൻട്രൽ റെയിൽവേ നാഗ്പൂർ സെക്ഷൻ, നാഗ്പൂർ ഡിവിഷൻ എന്നിവ RVNLന് ഇലക്ട്രിക് ട്രാക്ഷൻ സിസ്റ്റവും ഫീഡിംഗ് സിസ്റ്റവും ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 138 കോടി രൂപയുടെ ഓർഡർ നൽകി. ഈ ഓർഡർ 24 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ RVNL എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കടന്നുപോയ ആഴ്ചയും RVNLന് വളരെ വലിയ 2 ബിഗ് പ്രോജക്റ്റുകൾ ലഭിച്ചിരുന്നു. ഒന്ന്, നാഗ്പൂർ മെട്രോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് 187 കോടി രൂപയുടെയും മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രോജക്റ്റും ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൂടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി 2 മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒപ്പുവച്ചിരുന്നു. IMS കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് വഴി നേപ്പാളിൽ റെയിൽ, ടണൽ, റോഡ്, ബ്രിഡ്ജസ്, പവർ സെക്ടർ തുടങ്ങിയ വേരിയസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി IMS കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. അതോടെ തന്നെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ റീജിയനുകളിൽ ഇൻ്റർനാഷണൽ കൊളാബറേഷൻ നടത്തുന്നതിന് വേണ്ടി തത്വീർ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക LLC എന്ന കമ്പനിയുമായും ചേർന്നു RVNL എന്ന കമ്പനി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരുന്നു. ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ് കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കും RVNL അതിൻ്റെ റെയിൽവേ എക്സ്പെർട്ടീസ് പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ പലപ്പോഴും പ്രകടമാകുന്നത്. യൂറോപ്പിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റ് റീജിയനുകളും RVNL എന്ന കമ്പനിക്ക് ഓർഡറുകളും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പ്രോജക്റ്റുകളും RVNL എന്ന കമ്പനിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. 2003 എസ്റ്റാബ്ലിഷ്ഡ് ആയ RVNL എന്ന കമ്പനി 20% CAGR കൂടിയുള്ള വളർച്ചയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൂടാതെ ഉയർന്ന ഡിവിഡൻഡ് പേ ഔട്ട് നൽകുകയും ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷൻ അടുത്തതിനാൽ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ RVNL കാഴ്ചവെച്ച മിന്നുന്ന പെർഫോമൻസ് ഇപ്രാവശ്യവും തുടരും എന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് സെയിൽസ് 17.4% ഉയർന്നത്. കൂടാതെ RVNLന്റെ ആനുവൽ റിസൾട്ട് പരിശോധിച്ചാൽ നെറ്റ് സെയിൽസിൽ 8%, നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 16.5% കമ്പനിക്ക് വളർച്ച നേടാൻ സാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹2.11 പെർ ഷെയർ എന്ന റേറ്റിൽ RVNL ഡിവിഡൻഡ് നൽകിയിരുന്നു. RVNL എന്ന സ്റ്റോക്ക് ആൾറെഡി വളരെയധികം റണ്ണപ്പായി. ഈ വർഷം മാത്രം 200%-അധികം റിട്ടേൺ നൽകി. ഇനി RVNL എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നതിനെക്കുറിച്ചും എക്സിസ്റ്റിംഗ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ടെക്നിക്കൽ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ ഒന്ന് പരിശോധിക്കാം. ടെക്നിക്കൽ അനലിസ്റ്റായ രാജേഷ് സത്പുതെ പറയുന്നത് RVNL എന്ന സ്റ്റോക്കിന് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യലുണ്ട്. 700 മുതൽ 750 രൂപയുടെ ടാർഗറ്റ് RVNL നിന്നും എയിം ചെയ്യാവുന്നതാണ്. അതേസമയം ബഡ്ജറ്റ് സെഷനോടനുബന്ധിച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് 575 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യപ്പെടുന്നു. RVNL എന്ന കമ്പനിയിൽ ഗവൺമെൻറ്റിന് 72.8% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. റീസെൻ്റ്ലി 2024 മാർച്ചിൽ ഗവൺമെൻറ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് റെഡ്യൂസ് ചെയ്തിരുന്നു. 78%-ൽ നിന്നും 72.8%-ലേക്കാണ് റെഡ്യൂസ് ചെയ്തത്. അതോടൊപ്പം തന്നെ RVNLന് പല അനലിസ്റ്റുകളും ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുമുണ്ട്. 19 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡായ RVNL 19 രൂപയിൽ നിന്നും 30 മടങ്ങ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകിയത്. 425 രൂപയിൽ നിന്നും ബ്രേക്കൗട്ട് വന്ന സ്റ്റോക്ക് 500-ഉം അതിനുശേഷം 650 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. 650 രൂപയ്ക്കടുത്ത് സ്റ്റോക്കിൽ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ 2 ഡോജി ക്യാൻഡിൽ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ഹയർ സൈഡിൽ ഡോജി വന്നാൽ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 609, 575 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായി പ്രവർത്തിക്കും. RVNL എന്ന സ്റ്റോക്കിൽ പലപ്പോഴും റാലി നടക്കുന്നതിന് മുൻപ് ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ വരാൻ കാണാറുണ്ട്. ഉദാഹരണം, ജൂൺ മാസത്തെ RVNLൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ RVNL എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചു. ആ കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്കിൽ മികച്ച ഒരു ബൈയിങ് വരികയും ചെയ്തു. RVNL എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.